വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മളൊരു ഫുൾ വ്ളോഗ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വെച്ചു ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം, അങ്ങനത്തെ ഒരു വീഡിയോ ഒന്ന് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്ന പോലെയാണ്. കൊച്ചു എണീറ്റിട്ടുണ്ട്, കുളിക്കാൻ പോയി, ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ നമ്മുടെ കൂടെ നിങ്ങളും കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. ഗൈസ്, ഇവിടെ കാലം തെറ്റി ചാമ്പയ്ക്കൊക്കെ കുളിച്ചു കേട്ടോ. കാണാമോ നിങ്ങൾക്ക്? ചാമ്പയ്ക്കൊക്കെ ആയിട്ടുണ്ട്. ആകെ 4 ചാമ്പയ്ക്കേ ഉള്ളൂ. ഇവിടെ 4 ചാമ്പയ്ക്കുണ്ട്. പിന്നെ ഇവിടെ മൽബറി ഉണ്ട്, അത് കണ്ട് അതിൻ്റെ പുറയിലാട്ടോ. അതിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണേ. നമ്മുടെ മൽബറിക്ക പിന്നെ ചക്കയൊക്കെ നിൽപ്പുണ്ട്. നമ്മളകത്തോട്ട് വരുമ്പോൾ കൊച്ചു കുളിച്ചിട്ടിറങ്ങി ഗൈസ്. ഓ, മേക്കപ്പിലാണ്. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള തത്രപ്പാടിലാണ്. കൊച്ചു തിരിഞ്ഞ് നോക്കുന്നത്. സാധനങ്ങളൊക്കെ പല റെഡി ആയിക്കോ. കൊച്ചു റെഡി ആവുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ഗൈസ്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഗൈസ്, ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന്. കാരണം എനിക്ക് നാളെ കോളേജിൽ പോകണം. അതുകൊണ്ട് നമുക്ക് പോയി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് വരാം. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് പണി തരാൻ സാധ്യതയുണ്ട്. ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ സീനില്ല. അതുകൊണ്ട് നമുക്ക് പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ബാ. അപ്പോൾ ഗൈസ്, കമോൺ. എൻ്റെ വണ്ടി പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചു വന്നിട്ടുണ്ട്. എത്രാമത്തെ അടിക്ക് സ്റ്റാർട്ടാവുമെന്ന് നോക്കാം. ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. അതൊക്കെ അത്രയേ ഉള്ളൂ. അതാണ് സെൻട്രൽ സ്റ്റാൻഡേ വെച്ചാലുള്ള ഗുണം. അതാ നമ്മളിപ്പോൾ സൈഡ് സ്റ്റാൻഡേ വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിലൊക്കെ വണ്ടി ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അതിൻ്റെ ഓയിലൊക്കെ ഒരു വശത്തോട്ട് ചരിഞ്ഞ്, അതാണ് നമ്മൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ഞാൻ കണ്ടത്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയാം. സെൻട്രൽ സ്റ്റാൻഡിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇവിടെ അമ്മ വണ്ടി സൈഡ് സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്. അത് അമ്മയുടെ വണ്ടി കേട്ടോ, അത് സൈഡ് സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്. അന്നേരം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. കിക്കർ അടിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ആവത്തില്ല. ഇത് സെൻട്രൽ സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് ഒറ്റ കിക്കറല്ല 2 കിക്കർ അതിന് സ്റ്റാർട്ട് ആവും. അതൊരു ടിപ്പാണ് ഇത് ഓർത്ത് വെച്ചത്. നിങ്ങളെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അത് 2 വീലർ ആണെങ്കിൽ പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റാൻഡ് മാക്സിമം വെക്കാൻ നോക്കുക. നമ്മളിതാ മീനിന് തീറ്റ കൊടുക്കാൻ പോവാണ്. എത്ര മീനുണ്ട്? 2 വലുതും 1 ചെറുതും. 2 വലുത് ഇതിനകത്തുണ്ട്. കണ്ടോ? ചെറുതിനെ നമ്മൾ ഇതിനകത്തോട്ട് എന്ത് ചെയ്ത് കണ്ടോ? എഴുതുന്നുണ്ടോ ഗൈസ്? തീറ്റ കൊടുക്കാം. തീറ്റ കൊടുക്കുമ്പോഴേ ഇതെടുക്കും കേട്ടോ. കണ്ടോ? തീറ്റ കൊടുക്കുമ്പോഴേ ഓടി വന്ന് കഴിക്കും. കുഞ്ഞിന് ഇതിന് കൊടുത്തതിൻ്റെ പകുതിയുടെ പകുതി ഞാൻ മല പോലെയാണ്. ആദ്യം ഈ മീനെ ഒരടപ്പ് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ മേളിൽ കുഞ്ഞുമീനെ വെക്കും. പിന്നെ അതിൻ്റെ മേളിലൊരടപ്പ് വെക്കും. റിസർവേഷൻ. അതെ, അവിടെ നീക്കി വെച്ചേക്കല്ലേ. അതാ എന്തെങ്കിലും ഫ്രിഡ്ജിൽ കണ്ടു നോക്കുമ്പോൾ തട്ടി താഴെ വീഴും. ഹേ ഗൈസ്, ബണ്ണു അമ്മ ഇതുവരെ നമ്മൾ വ്ളോഗിൽ കാണിച്ചില്ല. അമ്മ ദേ ഇരിക്കുന്നു ഗൈസ്. ഹായ് ഡുഡു. അങ്ങനെ ഇതെനിക്കാതോ? താങ്ക് യു ജിതകുബി. ആ കൊണ്ട് അമ്മ കഴിക്കാം. ചുണു പെട്ടെന്ന് വന്നല്ല. 11:22 എനിക്ക് മെസ്സേജ് ഇട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. പതുക്കെ വന്നാ മതി. വെയിലുണ്ടായിരുന്നോ?
തിരക്കുണ്ടായിരുന്നോന്ന്, ട്രാഫിക് ഉണ്ടായിരുന്നോന്ന്. ബൈപ്പാസിന്റെ അല്ല ഇവിടെ ഇങ്ങോട്ട് കയറത്തില്ല, ഹൈസ്കൂൾ ജംഗ്ഷന്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഒരു ബസ് പോയ കിടന്നു ഫോൺ അടിക്കുക, മുന്നിൽ വരുന്ന വണ്ടിയിലെ കൊള്ളാണ്ടൂട്. കൊള്ളാം. ആന്റിക്കേതാ പച്ചെടുത്തു. എല്ലാം ഒന്ന് തന്നെ, കവറിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഗൈസ് ദേ എല്ലാരും ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തോ കഴിക്കുന്നേ? ദോശയും സാമ്പാറും. ഇപ്പൊ സമയം കണ്ടോ, 12:15 ഇപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നാളെ രാവിലെ 12 മണിക്ക്. അങ്ങനെ നമ്മുടെ അടുത്ത ടീംസ് എത്തി, കിസിനൊക്കെ എത്തി. മാളു ഹായ്. വ്ളോഗാ നീയാ വ്ളോഗ്. താഴെ നിർത്തടി. ഇതെന്തിനാ ബുക്കോ? താങ്ക്സ്. എന്താ ബുക്ക് വിൽപ്പനയോ? താങ്ക്സ്. ഇതെന്തിനാ ബുക്കൊക്കെ? സ്കൂള് തുറക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ? അയ്യപ്പ സ്വാമിയെ. ആ താങ്ക്സ്. അത് കുഴപ്പമില്ല. ഞാനൊന്ന് റെഡി ആയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ ആള് കൂടി. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കഞ്ഞിയും വസ്ത്രവും. അച്ചാറും ഉണ്ട് ഗൈസ്, അച്ചാറും ഉണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. കമോൺ, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. താങ്ക് യു. ഞാൻ വിളമ്പെടുത്തു. ഗൈസ് കഞ്ഞി. ഹലോ, അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയും നമ്മളെന്ന് പറഞ്ഞാൽ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. 3:15 നമ്മുടെ ഷോ. അപ്പോൾ നമ്മളിനി മൂവിക്ക് പോകണം. അപ്പോൾ അതിനാണ് എല്ലാവരും വന്നിപ്പോൾ റെഡിയായി നിൽപ്പുണ്ട്. കുറച്ച് പേര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മൂവിക്ക് പോകുന്ന വിശേഷങ്ങളെ കാണാം. ഓക്കെ, റെഡി ആവിടൂ. കൊച്ചു റെഡി ആവുക. ഓക്കെ, അവിടെ ദാ കൊറേ പേര് നിപ്പുണ്ട്. റെഡി ആവാ. ഇവനെ കഴിപ്പിക്കാനാണ് ഗൈസ് ഏറ്റവും പാട്. പോയി കഴിക്കടാ. ഗൈസ് അപ്പൊ ഇവരുടെ ട്വിന്നിങ് ഡ്രസ് കണ്ടോ ഗൈസ് നിങ്ങൾ? ഇച്ചുമ നോക്കിയേ. ആ കൊള്ളാം ഗൈസ്. ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ചിന്ന ഇവിടെ റെഡി ആയി ഇരിപ്പുണ്ട് സുന്ദരിയായിട്ട്. എന്തിനാ ഇച്ചുവിന് നാരങ്ങ? ഇതെന്താ പ്രതിമയോ? കൊല്ലാം. ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ? വേണ്ടേ? ചേച്ചിമാരെല്ലാം ഈ ഉടുപ്പാന്നല്ലോ. എന്റെ ചേട്ടനും ഈ ഉടുപ്പാന്നല്ലോ. കൊച്ചു അടുക്കളയിലോട്ട് പോയി. ഇപ്പൊ ബതും
ഞങ്ങള് രണ്ടും ട്വിന്നിങ് ആണ് ഗൈസ്. കൊല്ലാം എന്തേലും പറഞ്ഞോളൂ, എന്തേലും പറ. സബ്സ്ക്രൈബർ ലവ് യു ടു. ഓ ഭയങ്കര ബഹളം ഇവിടെ, രണ്ടെണ്ണോടെ കിടന്നു. മാറടാ, അവൻ സ്വസ്ഥമായിട്ട്. അതെ, അവന് ഉറക്കമൊക്കെ വന്നിരിക്കുക. ഉറക്കാതെ വന്നത് നല്ല കാര്യം. നമുക്ക് തിയേറ്ററിൽ കൊണ്ടുപോയി സ്കാം ചെയ്യാം. തിയേറ്ററിൽ സിനിമ തുടങ്ങുമ്പോഴേക്കും ഉറക്കം. ഞങ്ങള് ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ പോയപ്പോഴും അങ്ങനെ ആയിരുന്നു. കേറിയോടെ ജയിച്ചെന്ന് പറഞ്ഞു. തുടരും നമ്മളല്ല, ഇവരെ എല്ലാരും കൂടാ പോയ, ചേട്ടന്റെ കൂടാ പോയ. കുറച്ച് കണ്ട് ഇന്റർവ്യൂ ആവുന്നതിന് കുറച്ച് മുമ്പ് വരെ കണ്ടു. എന്നിട്ട് പിന്നെ അവൻ അടിച്ചോ? എന്തിനാ അടിച്ചേ? നമ്മുടെ ചേട്ടനല്ലേ. സോറി പറ. സോറി പറയത്തില്ല. സോറി. അപ്പൊ ഗൈസ്, ഇവിടം തൊട്ട് നമ്മുടെ മൈക്കിന്റെ റിസീവർ ഓൺ ആക്കാൻ ഞാൻ മറന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതൊന്നും, നമ്മുടെ സൗണ്ട് ഒന്നും വീഡിയോയിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ റെഡി ആയിട്ട് ഇറങ്ങി. ഒരുത്തൻ എന്താ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവൻ്റെ ഫോൺ എടുത്ത് അവന് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് ഇവിടെ കറങ്ങി നടപ്പുണ്ട് കണ്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തിയേറ്ററിലോട്ടെത്തി. നമ്മൾ ഓൺ ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏത് മൂവിയാണ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇതാ പ്രിൻസ് ആൻഡ് ദ ഫാമിലി കാണാനാട്ടോ നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ ദിലീപേട്ടൻ്റെ മൂവി. ഈ മൂവി കാണാൻ ഏറ്റവും ആഗ്രഹം അമ്മയ്ക്കായിരുന്നു കേട്ടോ. അമ്മയാണ് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചത്. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് ഞാൻ ഹായ് പറയിക്കുകയാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ നമ്മളിതാ സമയത്ത് തന്നെ എത്തിയോണ്ട് നമ്മൾ അധികം വൈകിയാൽ തന്നെ തിയേറ്ററിനകത്തോട്ട് കയറി. നമ്മൾ അകത്ത് കയറിയ സമയത്ത് അവിടെയൊന്നും വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. എനിക്കൊന്ന് ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും. മാത്രമല്ല നമ്മളൊരു വർക്കിംഗ് ഡേ ആണ് മൂവിക്ക് പോയത്. അതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. മൂവി കണ്ട സമയത്ത് ഒരു 25 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്ര ഹൗസ്ഫുൾ ഷോ ഒന്നും അല്ലായിരുന്നു. അപ്പം മാളും എൻ്റെ അടുത്ത് പറയുകയാണ് ഇവിടെ നോർമൽ പോപ്കോൺ മാത്രമേ ഉള്ളൂ, മസാല പോപ്കോൺ ഇല്ല. അവൾ അതിൻ്റെ പരാതി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാൾ എന്ത് ചോദിക്കുകയാണ്, നമ്മൾ ഇതിനു മുമ്പ് എവിടെ നിന്നാണ് ഈ മസാല പോപ്കോൺ കഴിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു തിയേറ്റർ റൂമിനകത്തോട്ട് കയറുവാണ് കേട്ടോ. എനിക്കൊന്ന് ഗോൾഡ് ആയിരുന്നെന്ന് തോന്നുന്നു ഞങ്ങളുടെ തിയേറ്റർ. അപ്പോൾ നമ്മൾ നമ്മുടെ തിയേറ്ററിനകത്ത് കയറി കറക്റ്റായിട്ട് നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ സീറ്റിൽ തന്നെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ബാക്കിലായിട്ടാണ് സീറ്റ് എടുത്തത്. എന്നാലേ ആ ഒരു മൂവിയുടെ കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ മൂവി നമ്മുടെ ദിലീപേട്ടൻ്റെ 150ാമത്തെ ഫിലിമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് പൊളിയായിരുന്നു, കണ്ടുവെക്ക്. നമ്മളെ സിനിമ ഗൈസ്. അപ്പൊ നമ്മളത് ടയറിന് കാറ്റടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. പോയി പടം മേടിച്ചോണ്ട് പാടി ആരെങ്കിലും പോയി. മാളു പോവും. കുഞ്ഞെന്തിയെ? കുഞ്ഞു മാളുണ്ട്. ഇറക്കി വിട. എന്നാ അവൻ പോയിട്ട് വരട്ടെ. നീ പോടാ. ബിന്ദോമാട അങ്ങ് വന്ന് കൊടുക്ക്. മാളും ഞാൻ വാങ്ങിക്കാം. ഇവിടെ കട്ട്ലേറ്റ് ഒന്നും കിട്ടത്തില്ല. ഈച്ചു പൊന്നെ ഈച്ചു പടം അങ്ങനെ കണ്ടുവന്നില്ല. ഭയങ്കര പാപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദാ വീട്ടിലേക്ക് പോവുകയാണ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എങ്ങനെ ഉണ്ടായിരുന്നു? റിവ്യൂ. പക്ഷെ കൊള്ളാം, നല്ല പടം. സൈബർ ബുള്ളിങ്ങിനെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്രൊഫഷണലായി. അപ്പൊ ഗൈസ് ദേ സിനിമയൊക്കെ കഴിഞ്ഞു വന്നതാ ടീ ബ്രേക്ക് വിത്ത് ഉഴുന്നുവട.
ഓക്കെ കഴിച്ചിട്ട് വരാമേ. കൊള്ളാമോ? ഓക്കെ ഗൈസ്, അങ്ങനെതാ ജിത്തു കൂബയും ജോജോവും ചിന്നും ഒക്കെ പോവാണ്. ദാ നിക്കണോ ചിന്നു? ബായ് ചിന്നു. ടാറ്റാ. പോയിട്ട് വരൂ. എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ? ഒന്നുമില്ലല്ലോ. എടുത്തു വെച്ചു. ആദ്യം പോക്കറ്റ് ചിക്കൻ എടുത്തു. ടാറ്റാ ബായ്. ബൈ ദ ബൈ. ടാറ്റാ. അപ്പൊ ഗൈസ്, ഇതോടുകൂടി ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ. ക്ലോസ്. ടാറ്റാ.